welcome back to Cycle Bells. എൻ്റെ പേര് ജിക്സൺ ആൻഡ് യു ആർ വാച്ചിങ് സൈക്കിൾ ബെൽസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഗ്രാവൽ ബൈക്ക് എന്നതാണ്. ഇനി നിങ്ങൾ വരും നാളുകളിൽ കൂടുതലായിട്ട് കേൾക്കാൻ പോകുന്ന ഒരു പദമാണ് ഗ്രാവൽ ബൈക്ക്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ഇവിടെ ചെയ്യുന്നത്. എന്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ഇറ്റ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞതുപോലെ എന്താണ് ഗ്രാവൽ ബൈക്ക്. ഒരു ഗ്രാവൽ ബൈക്ക് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മൾക്ക് ഒരു റോഡ് ബൈക്ക് ആണെന്ന് തോന്നും. എങ്കിലും നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മതയോടുകൂടി ആ സൈക്കിളിനെ നിരീക്ഷിച്ചാൽ റോഡ് ബൈക്കിൽ നിന്ന് ഒത്തിരി വ്യത്യാസങ്ങൾ ഉള്ളതാണ് ഒരു ഗ്രാവൽ ബൈക്ക്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി എന്റെ അടുത്തുള്ളത് സ്കോട്ടിന്റെ സ്പീഡ്സ്റ്റർ എന്ന ഒരു റോഡ് ബൈക്കും ബെർഗമൗണ്ടിന്റെ ഗ്രാൻഡ് എൻഡ്യൂറൻസ് 6.0 എന്നൊരു ഗ്രാവൽ ബൈക്കുമാണ്. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് നമ്മൾക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. ഒറ്റ നോട്ടത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു റോഡ് ബൈക്കും ഒരു ഗ്രാവൽ ബൈക്കും തമ്മിൽ വളരെ സാമ്യമുള്ള ഒരു ബൈക്ക് പോലെ ഇരിക്കും. പക്ഷെ നമ്മളൊന്ന് ക്ലോസ് ആയിട്ട് ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ അതിന്റെ വ്യത്യാസങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ കാണിക്കുന്നത് ഇതിന്റെ ടയറാണ്. ഗ്രാവൽ ബൈക്കിന്റെ ടയറും റോഡ് ബൈക്കിന്റെ ടയറും നമ്മൾക്കപ്പോൾ ഒന്ന് നോക്കാം അല്ലെ. നമ്മൾ റോഡ് ബൈക്ക് ഉപയോഗിക്കുന്നത് സ്പീഡിന് വേണ്ടിയാണ് അല്ലെ. സ്പീഡ് ഇഷ്ടപ്പെടുന്നവരാണ് എപ്പോഴും റോഡ് ബൈക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ റോഡ് ബൈക്കിന് സ്പീഡ് ഏറ്റവും നന്നായിട്ട് കിട്ടുന്നത് നല്ല ഒരു ടാർമാക്ക് അല്ലെ, നല്ലൊരു സ്മൂത്ത് സർഫേസിലൂടെ പോകുമ്പോഴാണ്. പക്ഷെ ഈ ഒരു റോഡ് ബൈക്ക് എടുത്ത് നമ്മൾ വേറെ കുറച്ച് ടഫ് ആയിട്ടുള്ള ടെറൈനിലൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോ പണി കിട്ടി എന്ന് ചോദിച്ചാൽ മതി. അപ്പോ നമ്മൾക്ക് സ്പീഡും വേണം, അല്ലെങ്കിൽ സ്പീഡും വേണം, നമ്മൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ടെറൈനിലൂടെ അത് ചവിട്ടണം എന്നുള്ള ഒരു ആവശ്യം വരുമല്ലോ. ആ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ റോഡ് ബൈക്ക് മാറ്റിയിട്ട് ഒരു ഗ്രാവൽ ബൈക്കിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ ഗ്രാവൽ ബൈക്കിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ബൈക്കിനെ പോലെ നല്ല സ്പീഡും ഉണ്ട്, എന്നാൽ നമ്മൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ടെറൈനിലൂടെ ചവിട്ടാനുള്ള സാധ്യതയും നമ്മൾക്ക് റോഡ് ബൈക്ക് ഗ്രാവൽ ബൈക്ക് നമ്മൾക്ക് തുറന്നു തരുന്നുണ്ട്. അതിന് നമ്മളെ സഹായിക്കുന്നത് അതിന്റെ ടയറുകളാണ്. അപ്പൊ നമ്മൾക്ക് ഓരോന്നായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഈ റോഡ് ബൈക്കും ഗ്രാവൽ ബൈക്കും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ നമ്മൾക്ക് ഓരോന്നായിട്ട് നമുക്ക് അത് നോക്കി മനസ്സിലാക്കാം. ഒരു റോഡ് ബൈക്കിന് ഒരു ഗ്രാവൽ ബൈക്കുമായിട്ട് വളരെ വ്യത്യാസം തരുന്ന ഒരു ഘടകമാണ് അതിന്റെ ടയർ. നിങ്ങൾക്ക് ഈ ടയർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോ നിങ്ങൾക്ക് കാണാം രണ്ട് ടയറും അടുത്തടുത്ത് ഇരിക്കുന്നുണ്ട്. ഒന്ന് റോഡ് ബൈക്കിന്റെ ടയറും മറ്റേത് ഗ്രാവൽ ബൈക്കിന്റെ ടയറിലെ ഗ്രിപ്പുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലേ, ശ്രദ്ധിച്ചായിരിക്കും അല്ലെ. അതുപോലെ ഗ്രാവൽ ബൈക്കിന്റെ ടയറിന് കുറച്ചുകൂടി വലിപ്പവും കൂടുതലാണ്. ഇത് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ചെറുതാണ്. അപ്പൊ ഇതിന്റെ ഒരു ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഗ്രാവൽ ബൈക്ക് നമ്മൾക്ക് ഡിഫറെന്റ് ടെറൈനിലൂടെ സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഇതുണ്ടല്ലോ, നമ്മളുടെ റോഡ് ബൈക്ക് സ്മൂത്ത് ആയിട്ടുള്ള സർഫേസിലൂടെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് റോഡ് ബൈക്കും ഗ്രാവൽ ബൈക്കും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം. ഇനി നമുക്ക് അടുത്ത വ്യത്യാസം എന്താണെന്ന് നമുക്ക് കാണാം. നമ്മളുടെ ഗ്രാവൽ ബൈക്ക് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ടെറൈനിലൂടെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ചെളി ഉണ്ടാവും, വെള്ളം ഉണ്ടാവും, കയറ്റം ഉണ്ടാവും, ഇറക്കം ഉണ്ടാവും. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള നമ്മളുടെ ഓൾമോസ്റ്റ് MTB ട്രയൽ പോലെയുള്ള ഒരു ട്രയലുകളിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൈക്കിളാണ്. എന്നാൽ അത് റോഡ് ബൈക്കിന്റെ പോലെ തന്നെ ഡ്രോപ്പ് ഡൗൺ ഹാൻഡിൽ ബാറുള്ള ഒരു സൈക്കിളാണ് ഗ്രാവൽ ബൈക്ക് എന്ന് പറയുന്നത്. അപ്പോ നമ്മളുടെ ചെളിയൊക്കെ പറ്റി നമ്മൾ അപ്പ് ഹില്ലും ഡൗൺ ഹില്ലൊക്കെ ചെയ്യുമ്പോൾ സാധാരണ ഇതേപോലത്തെ ഒരു ബ്രേക്ക് ആണെങ്കിൽ ബ്രേക്ക് പിടിച്ചാൽ കിട്ടുമോ അല്ലെ, സംശയമാണല്ലേ. അപ്പോൾ അത് ഭയങ്കര ഒരു ഡേഞ്ചറാണ് റൈഡറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി അഡ്വഞ്ചർ ആയിട്ടുള്ള റൈഡാണ് ഗ്രാവൽ ബൈക്കിൽ നടത്തുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വണ്ടി നിൽക്കണ്ടേ. അപ്പൊ അതിനു വേണ്ടി എല്ലാ ഗ്രാവൽ ബൈക്കുകളിലും ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഒരു ഗ്രാവൽ ബൈക്കില് ഡിസ്ക് ബ്രേക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം വെള്ളത്തിലൂടെ ആണെങ്കിലും ചെളിയിലൂടെ ആണെങ്കിലും ഏതൊരു സർഫേസിലൂടെ ആണെങ്കിലും നമ്മൾ ബ്രേക്ക് പിടിച്ചാൽ വണ്ടി നിൽക്കണം. ആ ഒരു എന്തിനു വേണ്ടിയാണ് ഗ്രാവൽ ബൈക്കിൽ ഡിസ്ക് ബ്രേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ വ്യത്യാസം. റോഡ് ബൈക്കും ഗ്രാവൽ ബൈക്കും തമ്മിലുള്ള രണ്ടാമത്തെ വ്യത്യാസം അതിന്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തിലാണ്. അടുത്ത വ്യത്യാസം ഗ്രാവൽ ബൈക്കും റോഡ് ബൈക്കും തമ്മിലുള്ളത് അതിന്റെ വെയിറ്റിലാണ്.
ഫ്രെയിമിന്റെ വെയിറ്റിൽ. സാധാരണ രീതിയിൽ സ്പീഡിന് വേണ്ടിയാണ് റോഡ് ബൈക്ക് മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. അത് കാരണം അതിന്റെ വെയിറ്റ് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയാണ് മാനുഫാക്ചേഴ്സ് നോക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല ഗ്രാവൽ ബൈക്കിന്റെ കാര്യത്തിൽ നമ്മൾ ഡിഫറെന്റ് ടെറൈനിലൂടെ ഓടുമ്പോൾ നമ്മളുടെ എല്ലാ വൈബ്രേഷൻസും എല്ലാം അബ്സർവ് ചെയ്യാനുള്ള കരുത്ത് അതിന്റെ ഫ്രെയിമിനുണ്ടായിരിക്കണം. അപ്പൊ അതിനുവേണ്ടി കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഫ്രെയിമാണ്, കുറച്ചും കൂടി റിജിഡ് ആയിട്ടുള്ള ഫ്രെയിമാണ് കമ്പയറിറ്റീവ്ലി നമ്മുടെ റോഡ് ബൈക്കിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി നല്ലൊരു ഫ്രെയിമാണ് ഗ്രാവൽ ബൈക്കിന് നൽകിയിട്ടുണ്ട്. ഒരു നാലാമത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ റോഡ് ബൈക്കും ഗ്രാവൽ ബൈക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു റൈഡിംഗ് പൊസിഷൻ ആണ്. രണ്ടിനും പ്രഥമ ദൃഷ്ടിയ ഇതിന് ഡ്രോപ്പ് ഡൗൺ ഹാൻഡിൽ ബാർ ആണ്. എങ്കിലും റോഡ് ബൈക്കിൽ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്, കുറച്ചുകൂടി ബെൻഡ് ആയിട്ട് കുറച്ചുകൂടി എയറോ ഡൈനാമിക്കലി ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന ഒരു റൈഡിംഗ് പൊസിഷനാണ് നമ്മളുടെ റോഡ് ബൈക്കിൽ ഉള്ളതെങ്കിൽ നമ്മളുടെ ഗ്രാവൽ ബൈക്കിൽ അത് വരുമ്പോൾ കുറച്ചുകൂടി അപ്രൈറ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റൈഡിംഗ് പൊസിഷനാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിഫറെന്റ് ടെറൈനിലൂടെ കയറ്റത്തിലൂടെ ഇറക്കത്തിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബാലൻസ് ഉണ്ടാവും. അതിനു വേണ്ടിയാണ് ഈ ഒരു കുറച്ച് ഹാൻഡിൽ ബാർ ഇതിന് പൊക്കി വെച്ചിരിക്കുന്നത്. നെയ്യപ്പം തിന്ന രണ്ടുണ്ട് ഗുണം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതേപോലെ ഒരു ഗുണം, രണ്ട് ഗുണങ്ങളുള്ള കിട്ടുന്ന ഒരു സംഗതിയാണ് ഗ്രാവൽ ബൈക്ക്. അപ്പോ ഇന്ത്യയിലെ ഗ്രാവൽ ബൈക്കുകളുടെ ഉപയോഗം അത്രയും ഫ്രീക്വന്റ് ആയിട്ടില്ലെങ്കിലും പുറം രാജ്യങ്ങളിൽ ഒത്തിരി റോഡ് ബൈക്കിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ പ്രിഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈക്കിളാണ് ഗ്രാവൽ ബൈക്ക്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഒരു റോഡ് ബൈക്കോ അതുപോലെയുള്ള ഒരു അഡ്വഞ്ചർ സൈക്കിള് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതേപോലെ ഏതെങ്കിലും ഒരു സൈക്കിളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ചിന്തിക്കാവുന്ന ഒരു സ്റ്റൈൽ സൈക്കിളാണ് ഗ്രാവൽ ബൈക്ക് സൈക്കിൾസ്. അപ്പൊ അതില് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീഡും ഉണ്ട്, കംഫർട്ടും ഉണ്ട്, അതിന്റെ സ്ട്രോങ്ങുമാണ്. അപ്പൊ ഈ എല്ലാ ഗുണങ്ങളുമുള്ള ഒരു സൈക്കിളാണ് ഗ്രാവൽ ബൈക്ക്. അപ്പൊ നിങ്ങൾ തീർച്ചയായും നെക്സ്റ്റ് ടൈം ഇതിനെ കുറിച്ച് ഒന്ന് കൺസിഡർ ചെയ്യണം. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഇറ്റ്, സബ്സ്ക്രൈബ് ഇറ്റ്. നമുക്ക് വീണ്ടും ഒരു സൈക്കിളിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ മറ്റ് നല്ല നല്ല കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. താങ്ക് യു.